നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിച്ചതോടെ ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യം ബംഗാൾ. കേരളവും തമിഴ്നാടും ബംഗാളും അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഈ മൂന്നിടത്തും ബി.ജെ.പി ഭരണമില്ല. അപ്പോഴും ഇനി തങ്ങൾ പിടിച്ചെടുക്കുക ബംഗാളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. എൻ.ഡി.എക്ക് കാലുകുത്താൻ കഴിയാത്ത ദക്ഷിണേന്ത്യക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളാണ് ബി.ജെ.പിയുടെ പ്രഥമ പരിഗണന എന്നതിന്റെ സൂചനയാണിത്. ബീഹാറിലെ വിജയാവേശത്തിൽ താമസിയാതെ ബംഗാൾ ഓപ്പറേഷന് ബി.ജെ.പി ഇറങ്ങും. പ്രധാനമന്ത്രി മോദി തന്നെ നേതൃത്വം നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇനി ബംഗാളിലെ ചുമതലയിലേക്ക് പോകും. കഴിയുന്നത്ര ആളുകളെ ചേർത്ത് നിർത്തി ബംഗാളിൽ ഭരണം പിടിച്ചെടുക്കുകയാവും ലക്ഷ്യം. അടുത്ത വർഷം ബി.ജെ.പി അജണ്ടയിൽ കേരളവും തമിഴ്നാടും ഇല്ലെന്ന വസ്തുത കൂടിയാണ് തെളിയുന്നത്. ബീഹാറിനു പിന്നാലെ ബംഗാളിലെ ജംഗിൾ രാജ് ഭരണവും ബി.ജെ.പി പിഴുതെറിയും. ഗംഗ ബീഹാറിലൂടെ ഒഴുകി ബംഗാളിലാണ് എത്തുന്നത്. ബംഗാളിലെ ബി.ജെ.പി വിജയത്തിന് ബീഹാർ വഴിയൊരുക്കിയിരുന്നു. ഇനി ബംഗാളിലെ സഹോദരങ്ങളോടൊപ്പം ചേർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നും ബി.ജെ.പി ജംഗിൾ രാജ് പിഴുതെറിയുമെന്നും മോദി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ജമ്മു കാശ്മീരിലെ നഗരോദ, ഒഡീഷയിലെ നോപാദ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് മോദി നന്ദി പറഞ്ഞു. അതായത് ഗംഗ എന്ന വികാരം ചർച്ചയാക്കി ബീഹാറും പിടിച്ചെടുക്കും. ഗംഗ ഒഴുകുന്ന മണ്ണിലെല്ലാം ബി.ജെ.പി ഭരണം ഉറപ്പാക്കുക എന്നതാണ് മോദിയുടെ പ്ലാൻ. ഉത്തരേന്ത്യയിലാകെ കത്തിപ്പടരുന്ന ഹിന്ദു വികാരമാണ് ഗംഗ. ആ ഗംഗയുമായാണ് ബംഗാൾ പിടിക്കാൻ മോദി വരുന്നതെന്നാണ് സാരം. കള്ളന്മാരുടെ സർക്കാർ ഒരിക്കലും ബീഹാറിലേക്ക് മടങ്ങി വരില്ലെന്നും കോൺഗ്രസിനെ ഉദ്ദേശിച്ചുകൊണ്ട് മോദി പറഞ്ഞു. ജംഗിൾ രാജ് എന്ന തന്റെ പരാമർശത്തിൽ ആർ.ജെ.ഡിയേക്കാൾ വേദനിച്ചത് കോൺഗ്രസിനാണ്. ആർ.ജെ.ഡി അതിലൊരു എതിർപ്പും ഉന്നയിച്ചിട്ടില്ല. ഛഠ് പൂജ ആഘോഷങ്ങളുടെ പേരിൽ ബീഹാറിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മഹത്തായ ഭൂതകാലത്തെയും പ്രതിപക്ഷം അനാദരിച്ചു. ഛഠ് പൂജയെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു. അതായത് ആർ.ജെ.ഡിയെ പോലും മോദി കടന്നാക്രമിക്കുന്നില്ല. ഭാവിയിൽ ബി.ജെ.പിക്ക് ബീഹാറിൽ ആർ.ജെ.ഡിയോടുകൂടി നിർത്താൻ ആഗ്രഹമുണ്ടെന്നതിന്റെ സൂചന കൂടിയാണിത്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഈ ബി.ജെ.പി നീക്കം അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം. കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാനുള്ള കരുതൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വീണ്ടും CPM ഭരണത്തിന് കേരളത്തിൽ വഴിയൊരുക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ ജനത അവരുടെ ശക്തി പൂർണ്ണമായും കാണിച്ചു. കഠിനാധ്വാനം ചെയ്താണ് ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും അവരുടെ ഹൃദയം കവരുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ബീഹാർ NDA സർക്കാരിനെ തെരഞ്ഞെടുത്തതെന്നും മോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബി.ജെ.പി പ്രവർത്തകരെയും അനുഭാവികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടി തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തെ വോട്ടർമാർ, വിശിഷ്യ യുവ വോട്ടർമാർ, വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ്. ബീഹാറിലെ യുവജനങ്ങളും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ വലിയ തോതിൽ പിന്തുണച്ചു. ജനാധിപത്യത്തിന്റെ പവിത്രതയ്ക്ക് ഓരോ വോട്ടറും പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും മോദി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയം യുവാക്കൾ SIRനെ പിന്തുണച്ചുവെന്നതിന്റെ തെളിവാണെന്നും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ പിന്തുണയ്ക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിക്കാനും രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണത്തെ പരിഹസിക്കാനുമാണ് മോദി സമയം ചെലവഴിച്ചത്.